Thought I'd seen it all till I saw you. London in the fall and Paris too. And I've climbed hills to castles in the snow. But you I can't let go. Thought I'd found everything till I found you. Heartbeat in the quiet, spotlight in an empty room, a song in the silence, my dreams come into view. A light in the dark, the brightest star, my beginning. I see you now with you. You'll never be the same. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭം മുതൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനായി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനെ പോലെ ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുൾ ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായ ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന അനുപമയെയും നിഷോണിനെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ടുള്ള ദമ്പതികളെ അനുഗ്രഹിച്ച് മിശിഹായി ഇവരെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യോസേപ്പേ, ദേവമാതാവേ, പരിശുദ്ധ കന്യകാ മറിയമേ, ഞങ്ങളുടെ വിവാഹം മംഗളകരമാക്കാനും ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം വിജയകരമാക്കാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരനായിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. ആമേൻ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ബന്ധുജനങ്ങളെ പ്രാർത്ഥനകളും ആശംസകളും നൽകി എന്നെ സദയം അനുഗ്രഹിക്കണമേ.
കഴിഞ്ഞ ആഴ്ച കുഞ്ഞിനെ നമ്മൾ ആൾക്കാരേക്ക് കൊണ്ടുവന്നു. അന്ന് തൊട്ട് തുടങ്ങിയ ആഘോഷം ഇങ്ങനെ കെടാതെ കത്തി അതിൻ്റെ പരിസമാപ്തിക്ക് എത്തുന്ന ദിവസമാണ് ഇന്ന് നിഷോൻ്റെയും അനുപമയുടെയും വിവാഹത്തിൻ്റെ പ്രധാന ദിവസം. ഇന്ന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും ചാനലുകളിലും കണ്ടത് നന്മയുടെ കണിയൊരുക്കാമെന്നാണ്. ഇത് വിശ്വാസയോടാണ് അങ്ങനെ ഒരു തലക്കെട്ട്. നിഷോൻ്റെ കണി എപ്പോഴും അനുപമയാകട്ടെ, അനുപമയുടെ കണി നിഷോണമാകട്ടെ. അങ്ങനെ നല്ല രണ്ട് നന്മയുള്ള കണികൾ പരസ്പരം കൈമാറാൻ നിങ്ങൾക്ക് പറ്റട്ടെ. നിങ്ങളുടെ വിവാഹം ആസ്വദിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മഴിച്ചിരിച്ച് അച്ഛനും ഇപ്പോൾ ചൂണ്ടിപ്പള്ളി എൻ്റെ ഇടപെടൽ കാര്യച്ചിലാണ്. അച്ഛനാണ് വിവാഹത്തിൻ്റെ ആശീർവാദം സുഖഗതി അർപ്പിക്കാം. കുർബാന മധ്യേ ജോർജോച്ചൻ അനുപമയെ അറിയാവുന്ന അച്ഛൻ കുർബാന മധ്യേ ചെറിയൊരു സന്ദേശം നൽകുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരുടെ മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ലോകത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായ ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസനെ വിളിച്ചുവെന്ന് സ്വർഗീയവരങ്ങളായ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിന് മനുഷ്യകുലത്തിന് നന്മയ്ക്കുമേ ഈ കുദാശ യോഗ്യതയോട് പരിഗമനം ചെയ്യുവാൻ ഞങ്ങളെ സിദ്ധരാക്കണം. പിതാവും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ. എന്റെ പുത്രയെ ശ്രദ്ധിച്ചു കേൾക്കുക, നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയെ സഭയെ സന്തോഷിക്കുക. നിത്യനായ ദൈവം നിന്റെ സ്നേഹമോട് നിന്നെ തന്റെ മണവാട്ടിയെ തിരഞ്ഞെടുത്തു. കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായി കനികമാതാവിനെ അനുഗ്രഹിക്കുകയും നിന്റെ ഭാഗത്തിന്റെ ഭാഗത്ത് വിളകിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മകൾ മേശരിച്ചതിൽ സൈന്യം മുടകൾ പോലെയുമായിരിക്കും. നിങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയെ സഭയിൽ സന്തോഷിക്കുക.
നിത്യതാകുന്ന സ്നേഹം പോലെ നിന്റെ മണവാട്ടിയെ തെരഞ്ഞെടുത്തു. ആമേൻ. സമാധാനത്തോടെ ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആഗ്രഹപൂർവ്വവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാക്കുക. ഭാഗ്യമോടുകളായ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര വ്യക്തമണിഞ്ഞ ആധുനിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രഹത്തെ നാഥായ വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നുവല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോട് ജീവിക്കുകയും സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശം എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. സമാധാനം നിങ്ങളോട് കൂടെ. പരിശുദ്ധ സുവിശേഷം വാക്യങ്ങൾ 2 മുതൽ. ഫരിസേയർ വന്ന് അവരെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ച്, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷപത്രം കൊടുത്ത് അവരെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷ സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും ഇടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടെന്ന ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതിക്കുക. ബഹുമാനപ്പെട്ട താരങ്ങളായ വിശ്വം, അനുപമ, കുടുംബാംഗങ്ങളെ, വിശ്വം എന്ത് തോന്നുന്നു? ഒരു കോട്ടയൊക്കെ പിടിച്ചടക്കിയ പോലെ ഫീലുണ്ടോ? അനുപമ ഒരു രാജകുമാരനെ സ്വന്തമാക്കിയ പോലെ. നിങ്ങളുടെ ദിവസമാണെങ്കിൽ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾ കൈപിടിച്ചിരിക്കുന്ന പൂക്കളും ഇവിടെ അലങ്കരിച്ചിരിക്കുന്ന റോസാപുഷ്പം പോലെയൊന്നും ആയിരിക്കില്ല ജീവിതം മുന്നോട്ട്. വിവാഹ ജീവിതം എന്ന് പറയുന്ന ഇവിടെ കൂടിയിരിക്കുന്ന ഒത്തിരി വിവാഹിതരായ വ്യക്തികളുണ്ട്. ഇവരോട് എൻ്റെ ഒരു അഭ്യർത്ഥന എന്ന് വെച്ചാൽ, ഇന്നത്തെ ദിവസം നിങ്ങൾ ഇവരെ അനുഗ്രഹിക്കുക. എങ്ങനെയാണ് അനുഗ്രഹിക്കേണ്ടത്? നിങ്ങൾ കുടുംബജീവിതത്തിൽ അനുഭവിച്ച ഒരുപാട് നന്മകളുണ്ട്, കൃപകളുണ്ട്. അതൊക്കെ ഇവരുടെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ അതിൻ്റെ ദുഃഖങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും വേദനകളും ഉണ്ട്. അതൊന്നും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ഇന്ന് ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇവരാരംഭിക്കുന്ന ഈ വിവാഹ ജീവിതം ഏറ്റവും മനോഹരമായിട്ട് തമ്പുരാന്റെ കൃപയോടെ മുന്നോട്ട് കൊണ്ടുപോകുക. ഞാൻ യശോനെ പറ്റി കേട്ടത് ജോയ്സിനച്ഛൻ്റെ കാലത്തൂടെ യുവജനങ്ങളുടെ ഒരു ഫലമായിരുന്നു. യുവജനങ്ങളെ ഒരുപാട് ചേർന്ന് പ്രവർത്തിച്ച നല്ല വിഭാവം വിഷുവിൻ്റെ നന്മ ഒരുപാടുള്ള എന്ന് പറയുന്നത് പോലെ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലുള്ള ഒരു വ്യക്തിയായിട്ടാണ്. ഒത്തിരി സന്തോഷം. വിശ്വം ഈ ഒരു ദിവസം ജീവിതത്തിലുടനീളം ഈ കരം പിടിച്ച് നോക്കാൻ തരുന്ന ഈ വ്യക്തിയെ വിശ്വം പറഞ്ഞതുപോലെ
ഉപേക്ഷിക്കാതെ കൂടെ ചേർക്കുക. ചിലപ്പോൾ അനുപമയെക്കാളും സുന്ദരിമാരെയൊക്കെ ചിലപ്പോൾ ഇനി കണ്ടുമുട്ടും. ഇതിന് മുമ്പൊക്കെ ചിലപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടാവും. പക്ഷേ ഇനി നമ്മൾ കാണുമ്പോൾ അനുപമയെക്കാളും സുന്ദരിമാരെ കാണാതിരിക്കട്ടെ. ഓക്കെ, അനുപമയുടെ ജീവിതത്തിൽ ചിലപ്പോൾ സുന്ദരന്മാരും ഇതിനെക്കാട്ടും കഴിവ് കൂടിയ വ്യക്തികളെ കണ്ടുപിടിയേക്കാം. പക്ഷേ നിഷോണായിരിക്കട്ടെ ഇനി ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ ആ ഒരു വ്യക്തിത്വം. നിങ്ങൾ ആരംഭിക്കുന്ന ഈ ഒരു ജീവിതത്തിന് തമ്പുരാന്റെ ബ്ലെസ്സിംഗ് നിങ്ങളെ കൂട്ടിച്ചേർക്കുന്നത്. 2 പേപ്പറുകൾ നമ്മളിങ്ങനെ പച്ച ചേർത്ത് ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ വേർപെടുത്താൻ പറ്റില്ല, അല്ലേ? അത് വേർപെടുത്താൻ ശ്രമിച്ചാൽ കീറിപ്പോകും. അപ്പോൾ നിങ്ങളെ ദൈവമാണ് ഒന്നിപ്പിക്കുന്നത്. വിവാഹത്തിൽ 2 പേരുണ്ട്. ഫുട്ടേഷന്റെ പുസ്തകമുണ്ട്. വിവാഹത്തിലാകെ 3 പേർ. നിങ്ങൾ 2 പേർ തമ്മിലല്ല, നിങ്ങൾ ഒട്ടിക്കുന്നത് ക്രിസ്തുവാണ്, ക്രിസ്തുവിന്റെ സ്നേഹമാണ്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ജീവൻ പകരുക, സ്നേഹം നുകരുക. അവോളം നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെയും നിങ്ങൾ പരസ്പരം സ്നേഹം നുകരുക. നിങ്ങൾ വൈനൊക്കെ ഇങ്ങനെ കുറിച്ചിട്ടുണ്ട് പരിപാടികളുണ്ടാകും. ആ മധു ഈശോ പറയുന്നത് അവസാനം വരെയും അതിന്റെ വീര്യം കെട്ടുപോകാതിരിക്കട്ടെ, അല്ലെ? ആദ്യമൊക്കെ നല്ല വീര്യത്തിലുള്ള ഇതിലുണ്ടെങ്കിൽ അവസാനമാകുമ്പോൾ വീര്യം കുറഞ്ഞത് വിളമ്പാതെ അവസാന തുള്ളി വരെയും അതിന്റെ വീര്യം കെട്ടുപോകാത്ത ജീവിതമായി മാറട്ടെ. അതിന് ക്രിസ്തുവും പരിശുദ്ധ അമ്മയും പിതാവുമായിരിക്കുന്ന റോൾ മോഡൽസ്, അവരുടെ ജീവിതം നിങ്ങൾ കണ്ടതും കേട്ടതും മനസ്സിലാക്കിയതും അനുഭവങ്ങളിൽ നിന്ന് കിട്ടിയതും ഒക്കെ തിയറികളായിരുന്നു. ഇനിയുള്ളതാണ് യഥാർത്ഥത്തിലുള്ള പ്രാക്ടിക്കൽ ലൈഫ് എന്ന് പറയുന്നത്. ആ പ്രാക്ടിക്കൽ ലൈഫിന് തമ്പുരാന്റെ ഒരു ബ്ലെസ്സിങ്ങും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിവാഹം എന്ന വാക്കിന്റെ അർത്ഥം പറയുന്നത് പോലെ വിശേഷാൽ വഹിക്കുക, വിവേകത്തോടെ വഹിക്കുക, വിശുദ്ധിയോടെ വഹിക്കുക. വിശേഷാൽ വഹിക്കുക, വിശേഷപ്പെട്ട ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റാണ് മിഷോന്റെ കുടുംബം, അപ്പനും അമ്മയും. ജപ്പാനീസിന് ഒരു ഹൈക്കുണ്ട്, ആർക്കും ഒരു ഇലയെ തനിയെ സ്നേഹിക്കാനാവില്ല. ഒരു ഇലയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ആ ഇലയെ താങ്ങുന്ന ചില്ലയെ, നെടുപ്പിനെ സ്നേഹിക്കുക. നെടുപ്പിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നെടുപ്പിനെ താങ്ങുന്ന ചില്ലയെ സ്നേഹിക്കുക. ചില്ലയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലയെ താങ്ങുന്ന കൊമ്പിനെ സ്നേഹിക്കുക. ആ കൊമ്പിനെ താങ്ങുന്ന ആ മരത്തെ സ്നേഹിക്കുക, വേരിനെ സ്നേഹിക്കുക, മണ്ണിനെ സ്നേഹിക്കരുത്. നിഷോന്റെ തനിയെ അനുപമയ്ക്ക് സ്നേഹിക്കാനാവില്ല, അനുപമയെ തനിയെ നിഷോനെ സ്നേഹിക്കാനാവില്ല. അവരുടെ മാതാപിതാക്കളെ സ്നേഹിക്കണം, അവരുടെ സഹോദരങ്ങളെ സ്നേഹിക്കണം, അവരുടെ കുടുംബത്തിലേക്ക് വന്ന മറ്റുള്ള ബന്ധുക്കളെ സ്നേഹിക്കണം, അവർ പഠിച്ച സ്കൂളിനെ സ്നേഹിക്കണം, അവർ വളർന്ന ഈ ഇടവകയെ സ്നേഹിക്കണം, അവർ വളർന്നു വന്ന സാഹചര്യങ്ങളെ, മണ്ണിനെ, അവരുടെ പാസ്റ്റിനെ, പ്രസന്റിനെ എല്ലാം സ്നേഹിക്കണമെന്നാണ് അർത്ഥം. അപ്പോഴേ നിങ്ങളുടെ ആ സ്നേഹം പൂർണ്ണമാകും. ആർക്കും ഒരു ഇലയെ തനിയെ സ്നേഹിക്കാനാവും. ഒരു ഇലയുണ്ടാകുന്നത് അതിന് പുറകിൽ ഒരുപാട് കാര്യങ്ങൾ ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അനുഗ്രഹ നിമിഷത്തിൽ നമുക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വലിയ കൃപ ഇവരെ പൊതിഞ്ഞ് സൂക്ഷിക്കട്ടെ. 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരോടും പറയാറുള്ള ഒരു കാര്യമാണ്, വിവാഹ ജീവിതം വിജയിക്കാൻ വേണ്ടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന, ഒരു നേരമെങ്കിലും നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം, ഒരുമിച്ച് കുറച്ച് നേരം വർത്താനം പറയണം. കുറച്ച് നേരം ഈ തുടക്കത്തിലൊക്കെ ഇങ്ങനെ ഫോണിലൊക്കെ സംസാരിച്ചിട്ട് പോലെ തന്നെ ഈശോ പറഞ്ഞ അവസാനത്തെ ഒരു കൽപ്പനയുണ്ടല്ലോ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഉപേക്ഷിക്കുന്നതിനെക്കാട്ടും 2 രാജ്യങ്ങളിലൊക്കെ താമസിക്കും. അങ്ങനെ താമസിക്കരുത്, അതാണ് വേർപെട്ട് താമസിക്കരുത്. പരമാവധി ഒന്നിച്ച് താമസിക്കാനായിട്ട് പരിശ്രമിക്കും. മരണം വരെയും ഒരു കട്ടിലിൽ, ഒരു മുറിയിൽ, ഒരു വീട്ടിൽ പറ്റുന്ന അത്രയും കാലം അങ്ങനെ കഴിയാനായിട്ട് സാധിക്കട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്നുള്ളതാണ് ഈശോയുടെ കൽപ്പന. അപ്പോൾ ആ ഒരു ഞങ്ങളിങ്ങനെ 2-3 അച്ഛന്മാർ ചേർന്ന് നിങ്ങൾ ഡ്രസ് ചെയ്ത് കെട്ടി ഇത് പൊട്ടിക്കരുത്. അതാണ് അച്ഛനോട് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നതാണ്. മരണം വരെയും ഇങ്ങനെ ജീവിക്കണം എന്നുള്ളത്. അവരുടെ കൃപ എല്ലാവർക്കും കൂടെ ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഇവരുടെ വിവാഹ ജീവിതം, ഈ ഒരു കൂടാശ എന്ന വാക്കിന്റെ അർത്ഥം അല്ലെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് പോലെ അദൃശ്യമായ പ്രസാദവരത്തെ ദൃശ്യമാക്കുന്ന അടയാളമാണ്. നിങ്ങളറിയാതെ ഒരു അദൃശ്യകാരൻ ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ വേണ്ട എല്ലാ കൃപകളും ഈ ഒരു വിശുദ്ധ കുർബാനയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. ആ ബ്ലെസ്സിംഗ് നിങ്ങൾ സ്വീകരിക്കുക, ആ അനുഗ്രഹം നിങ്ങൾ സ്വീകരിക്കുക. ഒരു അനുഗ്രഹമായിട്ട് മാറുക. ദൈവം നിങ്ങളെ സമൃദ്ധമാണ്. നിഷോൺ
മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സുകൊണ്ടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ അനുപമയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. അനുപമ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ നിഷോമി നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുക. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവ് വിശ്വസിക്കുക നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. താലി ആശീർവദിക്കുന്നു. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലിയെ ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിൽ ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരെ ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇതുവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. മോതിരാശ്രവദിക്കുന്നത് കഥാവായ ദീപമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെ വിശ്വസ്തയുടെ അടയാളമായി ഇവർ പരസ്പരം അണിയുന്ന ഈ മോതിരങ്ങളെ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. മന്ത്രികളുടെ ആശീർവദിക്കുന്ന കൃപാവനത്തിനനുസൃത മനുഷ്യാത്മാവിനെ അനുകരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രികളുടെ ആശീർവദിക്കണമേ. പൂർണ്ണമായ സമർപ്പണം പരസ്പര സ്നേഹം വഴി നിന്നെ ധരിക്കുവാൻ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയെ പരിശുദ്ധ സഭയെ മഹത്വത്തിന് വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കമായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന് വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. തുടർന്ന് വിശുദ്ധ ഗ്രന്ഥ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പ്രതിജ്ഞയാണ് ചൊല്ലിത്തരുന്ന പ്രതിജ്ഞ രണ്ടുപേരും ഉച്ചസ്ഥലത്ത് ഏറ്റുചൊല്ലുക. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷ സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. Thank you.
അമിതമായി സ്നേഹത്താൽ പുരുഷ സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവനെ പങ്കാളിക്കുകയും ചെയ്ത കാര്യമാണ് ദൈവം വാഴ്ത്തപ്പെടുന്നതാകട്ടെ. വിവാഹം എന്ന കൂദാശയെ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ സമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായി നിങ്ങളുടെ ശരീരങ്ങൾ വിശുദ്ധവും പ്രീതികരവുമായി സജീവതയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ സിദ്ധരാകട്ടെ. സദാ സൗഭാഗ്യം നൽകുകയും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മ നിങ്ങളുടെ കുടുംബമായി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് സുഖപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകൾ പ്രതീക്ഷകൾ അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. അവസരത്തിൽ സഹായിക്കുവാൻ നിങ്ങളുടെ ആത്മാസുഖത്തിലും ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗ്ഗമന്ത്രിയോട് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെ ഈ തിരുക്കർമ്മങ്ങൾ ആശീർവദിക്കട്ടെ. ഇപ്പോൾ എപ്പോഴും എന്നേക്കും. പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്നത് പോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്നേഹത്തിന നല്ല തമ്പുരാനെ, നിഷോണും അനുപമയും ഇന്ന് ഇവിടെ ഈ ഭവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈശോയെ ഈ കുടുംബത്തെ അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ.
ഓരോ കുടുംബവും തിരുസഭയുടെ ഏറ്റവും ചെറിയ പതിപ്പാണല്ലോ തമ്പുരാനെ. ഇവരാരംഭിച്ചിരിക്കുന്ന കുടുംബജീവിതം അനേകർക്ക് മാതൃകയാകത്തക്ക വിധം ഏറ്റവും വിശുദ്ധവും പവിത്രീകൃതവുമായി മാറട്ടെ. ഈ ഒരു ഭവനത്തിലേക്ക് ഇവർ പ്രവേശിക്കുമ്പോൾ നല്ല ഈശോയെ അങ്ങയുടെ വലിയ സാന്നിധ്യവും സാമീപ്യവും നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചാച്ചനെയും അമ്മയെയും നാഥുവിനെയും അളിയനെയും എല്ലാം സമർപ്പിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ അങ്ങ് ചൊരിയുന്ന എല്ലാ അനുഗ്രഹങ്ങളോടും നന്ദി പറയുന്നു. ഈ ദിവസം എല്ലാം നന്നായി ക്രമീകരിച്ച് നല്ല കാലാവസ്ഥ നൽകിയ നമുക്ക് നന്ദി പറയുന്നു. അമ്മ മാതാവേ, ഇവരുടെ ജീവിതത്തിലേക്ക് അമ്മ അനുഗ്രഹങ്ങൾ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നടക്കാൻ പോകുന്ന എല്ലാ ചടങ്ങുകളിലും അമ്മ കാനായിലെ കല്യാണ വിരുന്നിൽ മാധ്യസ്ഥം വഹിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കണമേ എന്ന് വേണ്ടിയിട്ട് മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സഹായവും സകല വിശുദ്ധരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതി. Every breath holds a moment, everyone a chance to take. You can see it if you close your eyes. We already know the way. Forever you and me, running wild and free, chasing down the sun. Oh, we've just begun. It's a winding road of all the places we will go. There's a stirring in the ocean. There's a rhythm in the waves. ആരവങ്ങളോടെ അനുഗ്രഹിക്കാം. Mr. and Mrs. Nisha. Let's welcome Mr. Nisha Thank you.
Sister Abby Paulos and their cute little baby Eliza. ഈ ഒരു കുടുംബത്തിന്റെ പിക്ചർ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഒരാളുടെ കൂടി ആവശ്യമുണ്ട്. അപ്പൊ എല്ലാവരും കൂടി കൈയടിച്ച് സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. ആര്യൻ ജോസ്, ഓൺ പബ്ലിക് ഡിമാൻഡ്. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ്. അപ്പം നിങ്ങളുടെ ക്ലാപ്പൊക്കെ നല്ല സൗണ്ടി വേണം. നമ്മുടെ വിശിഷ്ട അതിഥി പ്രിയപ്പെട്ട എലിസബത്ത് വില്യംസിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്നത്തെ ആഘോഷങ്ങൾക്ക് അനുഗ്രഹീത തുടക്കം കുറിക്കാനും ദിവ്യാരൂപി നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നതിനുമായി ഫാദർ ജോജോ മണിമലയെ ഞാൻ ക്ഷണിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശുദ്ധ പ്രാർത്ഥന ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 2. 3-ാം ദിവസം ഗലീലിയയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യും. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. സ്നേഹവന്തനായ നല്ല തമ്പുരാനെ, ഇന്ന് ഇവർ ആരംഭിക്കുന്ന ഈ ജീവിതം, വിവാഹ ജീവിതത്തെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ജീവിതത്തിൻ്റെ കടശിയോളം നല്ല വീഞ്ഞ് കരുതി വയ്ക്കുവാൻ നല്ല തമ്പുരാനെ നീ ഇവർക്ക് അനുഗ്രഹവും നന്മയും ഇവരുടെ ജീവിതത്തിലേക്ക് ചൊരിയണമേ. ഇവരെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെയും ഇവർക്ക് കൂട്ടായി തണലായി നിന്ന സഹോദരങ്ങളെയും കൂട്ടുകാരെയും അയൽക്കാരെയും ബന്ധുക്കളെയും എല്ലാം ഓർത്ത് എന്നെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഇവരെ പഠിപ്പിച്ച അധ്യാപകരെയൊക്കെ ഈ ഒരു സമയം നന്ദിയോടെ ഓർക്കുന്നു. മാതാപിതാ, ഗുരു, ദൈവം ഇവരുടെ എല്ലാം അനുഗ്രഹാശിസ്സുകളോടെ ഇവർ ഇന്നിവിടെ തുടങ്ങുന്ന ഈ ജീവിതത്തെ അങ്ങ് സമർത്ഥമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. ആമേൻ.
ഭയങ്കര സന്തോഷം. എനിക്ക് രണ്ടുപേർക്ക് വേണ്ടി ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അവളെന്റെ ഫ്രണ്ടും ഇതെന്റെ അനിയനുമാണ്. കൺമുന്നിലെ പാരാമലെ നെഞ്ചിനിലെ ഭയം തോன்றுதே யார்கிட்டயும் சொல்லாமலே எதிர்பார்த்தது வேறு ஏதாவது. I feel numb and cold inside. I can't breathe any longer, but I'll be there by your side. No, we're in this together. Stay with me, that's all I need. Lay aside your fear, break free. Just hold my hand, we'll see the end. Embrace ourselves, break free. കൺമുന്നിലെ പാരാമലെ നെഞ്ചിനിലെ ഭയം തോன்றுதே யார்கிட்டயும் சொல்லாமலே எதிர்பார்த்தது வேறு ஏதாவது. I'm holding on to see you strong. It's all that I desire. And in my heart I fantasize. We raise our wings like fire. Stay with me, that's all I need. Lay aside your fear, break free. Just hold my hand, we'll see the end. Embrace ourselves, break free. ഷോജന്റെ പ്രത്യേകം പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ വായിച്ചത്. നന്നായിട്ടായിരുന്നില്ലേ വായിച്ചത്? പാടിയതോ? വെറുതെ ഇങ്ങനെ കാണിച്ചാൽ പോരാ, കൈയടിക്കണം. ചന്ദ്രന്റെ ചന്തമായി കണ്ണല്ലേ കണ്ണല്ലേ നിനക്കു വെണ്ണിലാവ് പാക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ കണ്ണില്ലേ ചന്ദ്രന്റെ ചന്തമായി നിനക്കു വെണ്ണിലാവ് പാക്കുടങ്ങൾ കൊണ്ടുവന്നു
என்னது வீடு மாதிரி ஆடுறதால அப்படி படத்தை காட்டும். சந்தோஷமா ஆடும்போது இப்படி இன்னொரு கட்டுன்னா சொன்னீங்க. நல்லா இல்லையா பிள்ளையா? உனக்கே நியாயமா? வாங்கப்பா.
is our time now. Where we're going, these dreams we're holding. Oh, and now we know it. All the world is ours to take. You and me will find a way. Oh, the wonder that awaits. Here we are, forever starts today. This adventure we were meant for. Every day is a chance to discover. You give me reason through every season. Together we can do anything we believe in. All the world is ours to take. You and me will find a way. Oh, the wonder that awaits. Here we are, forever starts. Through it all and what we face, you and me will find a way. Oh, the wonder that awaits. Here we are, forever starts today. This horizon, oh, it's shining. It seems the daylight knows this is our time. All the world is ours to take. You and me will find a way. Oh, the wonder that awaits. Here we are, forever starts. Through it all and what we face, you and me will find a way. Oh, the wonder that awaits. Here we are, forever starts today. Forever starts today. Home, where my heart is full. Oh, where I don't feel away or cold. I see the color through their eyes. Joy of little things in life. I can't fight up in the sky. Joy of little things in life. Wondering why it all feels right. Waking up to tea in my bed. Wondering why no troubles inside. Everything's at ease instead. Wondering why time can fly, no matter how long it be. Wondering why we're in paradise, no other place so happy. I see the color through their eyes. Joy of little things in life. I can't fight up in the sky. The joy of little things in life. Wondering why it all feels right. Waking up to tea in my bed. Wondering why no troubles inside. Everything's at ease instead. Wondering why time can fly, no matter how long it be.
senorita, made me feel like I'm in Ibiza when we kissed